നല്ലൊരു ഫിലിമാണ്. എനിക്ക് എന്റെ ക്ലൈമാക്സിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതുവരെ കാണാത്ത ഒരു സ്ത്രീയാണ് തീരുമാനിക്കേണ്ടത് അവളുടെ കുഞ്ഞിന്റെ ഒരു അവകാശം എന്നുള്ള സംഭവം സബ്ജക്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്ത്രീക്ക് വേണമെങ്കിൽ ആ കുഞ്ഞിനെ വേണ്ട, അതായത് അവളുടെ ശരീരത്തില് നമ്മൾ ഈ അമ്മ എന്നൊക്കെ പറയുന്ന സംഭവം നമ്മൾ ഒരുപാട് കെട്ടിവെച്ചിട്ടുള്ള ഒരു സംഭവമല്ലേ, അമ്മ അങ്ങനെയാണ് അമ്മ ഇങ്ങനെയാണുള്ളത്. അത് ഒരു സ്ത്രീയാണ് തീരുമാനിക്കുന്ന ആ കുഞ്ഞ് അവളുടെയാണ്, അല്ലെങ്കിൽ അവൾക്ക് വേണോ അല്ലെങ്കിൽ അവൾക്ക് വേണ്ടാത്ത കുഞ്ഞ് വേണ്ട എന്നുള്ള സംഭവം. പക്ഷെ അതിന്റെ ജീവിക്കാനുള്ള അവകാശത്തിന് മുൻനിർത്തിയിട്ട് അതിനും ആ ഒരു കോടതി വിധി കൊണ്ടുവന്നിട്ടുള്ള അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ സിനിമ എന്ന് എനിക്ക് തോന്നി. അതിനെ പരിചയപ്പെടുത്താനുള്ള ഒരു ക്ലൈമാക്സ് ആയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ സിനിമ എന്ന് തോന്നി. നല്ലൊരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് മൂവിയുടെ കാണിച്ചത്. ഇല്ല, ഇതൊക്കെ വേണം. അങ്ങനത്തെ വിവാദപരമായിട്ടുള്ള സബ്ജക്ട് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ സമൂഹത്തിൽ എത്രയോ മുന്നേ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഇപ്പോഴാണ് വന്നിട്ടുള്ളത്. ഇപ്പോഴും മക്കളെ കുഞ്ഞിപ്പോഴും എന്താ പറയാ ജീവിക്കണോ വേണ്ടേ എന്നുള്ളത് അമ്മയുടെ, ആ കുഞ്ഞ് വേണോ എന്നുള്ളത് അമ്മയുടെ മാത്രം തീരുമാനമാണ്. അവളാണ് അതിന് ചുമക്കേണ്ടത്, അവളാണ് അതിന്റെ ഭാഗങ്ങൾ സഹിക്കേണ്ടത്. അപ്പൊ അവരുടെ അമ്മയുടെ മാത്രം തീരുമാനമാണ്. അതവര് വ്യക്തമായിട്ട് ഈ സിനിമയിൽ കൊണ്ടുപോകുന്നു, നന്നായിട്ട് അവതരിപ്പിച്ചു. ക്ലൈമാക്സിലൊക്കെ നന്നായിട്ട് സുരേഷ് വീണ്ടും ഒരു അഡ്വക്കേറ്റ് റോൾ കാണാൻ സുരേഷിന്റെ സ്ഥിരം കണ്ട് ഒരു ഇതാക്കിയിട്ടുള്ള ഒരു ഇതാണ്. സുരേഷിന്റെ അഭിനയം എന്ന് പറഞ്ഞാൽ സാധാരണ സിനിമയിൽ കണ്ട ഒരു പ്രത്യേകിച്ച് ഭയങ്കര വലിയൊരു മോശമില്ലാത്ത ഒരു അഡ്വക്കേറ്റ് റോളിൽ പെർഫോമൻസ് മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ സുരേഷ്. നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ് സുരേഷ്. ചെയ്തിട്ടുണ്ട്. മാധവനധികം എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ തീർച്ചയായിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ LLB ഒക്കെ പഠിക്കാൻ പോയ ഒരാളാണ്. എൻട്രൻസ് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിർത്തിയ പരിപാടി. ഇപ്പൊ ആലോചിക്കുകയാണ് അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന്. കാരണം ഒരുപാട് നിയമവ്യവസ്ഥകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആർക്കും അതിനെപ്പറ്റി അറിയില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ അനുകൂലമായിട്ട് അല്ലെ അവരുടെ സുരക്ഷിതത്വവും കാര്യങ്ങളും ഉറപ്പുവരുത്തുന്ന ഒരു കാര്യങ്ങളും പലതും ഇങ്ങനെ ചവിട്ടുകൊട്ടൽ കൊണ്ടിട്ട് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കേരളത്തിലെ നിയമപാലകര് എല്ലാവരും ഈ സിനിമ കാണണം. കാരണം സ്ത്രീകളും പെൺകുട്ടികളും ഇതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ സ്ത്രീകളും കുട്ടികളും ഒക്കെ, എനിക്കൊരു മോളുണ്ട് ഈ പ്രായത്തിൽ തന്നെ. അപ്പോൾ അവരെ കൊണ്ടുള്ളവരെല്ലാം ഈ സിനിമ കാണണം. കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. പൊതുസമൂഹത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്. ഇതൊരു സിനിമയാണെന്ന് പറഞ്ഞ കാര്യം പിന്നോട്ട് മാറണ്ട. ഇതിനകത്ത് ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കണ്ടിരിക്കാനും പഠിക്കാനും ഉള്ളതുണ്ട്. സിനിമ സൂപ്പറായിരുന്നു, അടിപൊളി. സുരേഷ് ഒരു അഡ്വക്കേറ്റ് റോള് വീണ്ടും കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അതെങ്ങനെയുണ്ടായിരുന്നു? പിന്നെ നമുക്ക് ആദ്യം തന്നെ അറിയാമായിരുന്നു സുരേഷ് ഏട്ടൻ എന്ന് പറയുന്ന വ്യക്തി അനീതിക്കെതിരെ നിൽക്കുന്ന ഒരാളല്ല ഒരിക്കലും. നീതിക്ക് വേണ്ടി പോരാടുന്ന മനുഷ്യനാണ്. എന്തായാലും കറങ്ങി തിരിഞ്ഞ് അനുപമ എന്ന് പറയുന്ന ആ കുട്ടിയുടെ കേസ് അദ്ദേഹം തന്നെ ഏറ്റെടുക്കുമെന്നും നമുക്ക് ആദ്യം തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അനീതിക്കെതിരെ ആള് ഒരിക്കലും അനീതിക്ക് കൂട്ടു നിൽക്കുന്ന ആളല്ല, നീതിക്ക് തന്നെയാണ്. അത് സിനിമയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും.